കേരളത്തിൽ ബി.ജെ.പി. നേട്ടമുണ്ടാക്കുമെന്നും എന്നാൽ ഇപ്പോൾ കേരളത്തിൽ നിലവിൽ എൽ.ഡി.എഫും യു.ഡി.എഫും തോൽവി സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ വലിയ തോതിൽ സ്ത്രീ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തി. സ്ത്രീ വോട്ടർമാരുടെ എണ്ണം ഉയർന്നിടത്തെല്ലാം തന്നെ ബി.ജെ.പി. വൻ വിജയം നേടിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഉദാഹരണം സഹിതം വ്യക്തമാക്കുകയാണ്. കേരളത്തിൽ എൽ.ഡി.എഫും യു.ഡി.എഫും വിജയം അവകാശപ്പെടാനാകാതെ പരാജയ ഭീതിയിലാണ് എന്നും ബംഗാളിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ അദ്ദേഹം സംസാരിക്കവേ ഇക്കാര്യങ്ങൾ എടുത്തു ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ ബി.ജെ.പി. അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമം വേഗത്തിൽ നടപ്പിലാക്കുമെന്ന് മോദി വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പൂർവ ധർമാൻ ജില്ലയിലെ കത്വായിൽ നടന്ന റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേപോലെ ബി.ജെ.പി. സർക്കാർ രൂപീകരിച്ച ശേഷം അർഹരായ എല്ലാ അപേക്ഷകർക്കും അവിടെ CAA പ്രകാരം പൗരത്വം നൽകുന്ന നടപടികൾ വേഗത്തിലാക്കുന്നു എന്നതാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. മാത്രമല്ല നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും അവരുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകിയിരിക്കുകയാണ്. നുഴഞ്ഞുകയറ്റക്കാർ ബാഗുകൾ പാക്ക് ചെയ്ത് തുടങ്ങണമെന്നും അവർക്ക് പോകാനുള്ള സമയമായി എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ഈ ഒരു റാലിയിൽ ഒരു മുന്നറിയിപ്പായി തന്നെ നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ അതിനിടയിലാണ് കേരളത്തെ അടക്കം പരാമർശിച്ചുകൊണ്ട് വിജയത്തിന്റെ പടവുകൾ ചവിട്ടിക്കേറുന്നതിനുള്ള ഒരു വ്യക്തമായ സൂചന അദ്ദേഹം നൽകുന്നത്. അതേസമയം നുഴഞ്ഞുകയറ്റക്കാരെ സഹായിച്ചവരെ വെറുതെ വിടില്ല എന്നും ഇവിടെ തൃണമൂൽ കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം ആഞ്ഞടിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം നടത്തിയതും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നന്ദിഗ്രാമിൽ ബി.ജെ.പി. കരസ്ഥമാക്കിയ നേട്ടം ഭവനിപൂരിലും ബംഗാൾ മുഴുവൻ ആവർത്തിക്കുമെന്ന് മോദി വ്യക്തമാക്കി. 5 വർഷം മുൻപ് നന്ദിഗ്രാം മാറ്റത്തിന്റെ വഴി കാണിച്ചു തന്നു. ഇപ്പോൾ ബംഗാൾ മുഴുവൻ ആ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. അതേപോലെ തന്നെ ഭവനിപൂരിലും ഇത് ആവർത്തിക്കുമെന്നും ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം കേരളത്തിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും അത് ബംഗാളിലും പ്രതിഫലിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളും മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് എന്നതാണ് തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് അതിന്റെ അന്ത്യം കുറിക്കാൻ സമയമായി എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത്. മമതാ ബാനർജി സർക്കാർ ബംഗാളിനെ വികസനത്തിൽ പതിറ്റാണ്ടുകൾ പിന്നോട്ട് വാങ്ങി അല്ലെങ്കിൽ പിന്നോട്ട് അയച്ചുവെന്നും ഒരു പ്രധാന ആരോപണമായി തന്നെ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് സർക്കാരിന്റെ കഴിഞ്ഞ 15 വർഷത്തെ അഴിമതികളെ കുറിച്ച് ബി.ജെ.പി. അധികാരത്തിലെത്തിയാൽ ഉടൻ ധവളപത്രം പുറത്താക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപനം നടത്തി. അതേപോലെ തന്നെ ഇവിടെ TMCയുടെ അഴിമതി അവസാനിപ്പിക്കുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യമെന്നും നിലവിലുള്ള ക്ഷേമ പദ്ധതികൾ ഒന്നും തന്നെ നിർത്തലാക്കില്ല എന്നും അദ്ദേഹം അവിടുത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബി.ജെ.പി. സർക്കാർ രൂപീകരിച്ച് നടത്തുന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ കേന്ദ്രത്തിന്റെ ആയുഷ് ഭാരത് പദ്ധതി ബംഗാളിൽ നടപ്പിലാക്കും. ബംഗാളിലെ ദരിദ്രരായ ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ മമതാ സർക്കാർ അനുവദിച്ചില്ല എന്നും മോദി ഇവിടെ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെയും മമതാ സർക്കാരിനെതിരെയും അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. നുഴഞ്ഞുകയറ്റക്കാർ ബാഗുകൾ പാക്ക് ചെയ്ത് പടിയിറങ്ങാൻ തയ്യാറെടുക്കുകയും ചെയ്യണമെന്നും നിങ്ങളുടെ സമയം ഇവിടെ കൂടുതലായി തന്നെ അതിക്രമിച്ചിരിക്കുന്നു, അത് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് കർശന മുന്നറിയിപ്പായി പറയുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി നുഴഞ്ഞുകയറ്റക്കാരെ സഹായിക്കുന്നവരെ വെറുതെ വിടില്ല എന്നും ബംഗാളിലെ ക്രമസമാധാന നിലയെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും സ്ത്രീകൾ കൂടുതലായി തന്നെ വോട്ട് രേഖപ്പെടുത്തിയ ഇടങ്ങളിലെല്ലാം തന്നെ ബി.ജെ.പി. വൻ മുന്നേറ്റം ഉണ്ടാക്കുകയും ബംഗാളിലെ വികസനത്തിന് പുതിയ ഉയരങ്ങളിലേക്ക് എത്താൻ ബി.ജെ.പി. പ്രതിജ്ഞാബദ്ധമാണ് എന്നും മാറ്റത്തിന്റെ ഈ കാറ്റ് ആർക്കും തടയാനാകില്ല എന്നും മോദി വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഇവിടെ ഇതെടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.